ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. അടുത്തായിട്ട് ഞാൻ നിങ്ങളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്താണ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്താണെന്നാണ്. സാധാരണഗതിയിൽ നമുക്ക് പെട്ടെന്ന് അർത്ഥവ്യത്യാസം തോന്നുന്ന ഒരു കൺസെപ്റ്റാണ് ഇലാസ്റ്റിക് ഡിമാൻഡും ഇൻഇലാസ്റ്റിക് ഡിമാൻഡും. അത് നമ്മൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഇലാസ്റ്റിക് ഡിമാൻഡ്? വിലയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ്, അതായത് ഡിമാൻഡിൽ എന്ത് വരുന്നു, മാറ്റം വരുന്നു എങ്കിൽ അതിനെയാണെന്ന് പറയുക ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ വാങ്ങുന്ന മിക്ക കൺസ്യൂമർ ഗുഡ്സും വിലയിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ഡിമാൻഡിൽ വ്യത്യാസം വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന അതായത് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വില കൂടിയ വസ്തുക്കളായിക്കോട്ടെ, അവയുടെയൊക്കെ വില കുറയുമ്പോഴാണ് അവ നമ്മൾ കൂടുതലായിട്ട് വാങ്ങുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് വിലയിൽ വരുന്ന മാറ്റം കൊണ്ട് ഡിമാൻഡ് എന്ത് വരുന്നു, മാറ്റം വരുന്നതാണ്. അതായത് വില കുറയുമ്പോൾ ഡിമാൻഡ് എന്താണ്, കൂടുന്നു. വില കൂടുമ്പോൾ ഡിമാൻഡ് എന്താണ്, കുറയുന്നു. അപ്പോൾ ഒരു സാധനത്തിന് വില കുറഞ്ഞാൽ നമ്മൾ കൂടുതൽ വാങ്ങില്ലേ, അതുപോലെ തന്നെ വില കൂടിയാലോ നമ്മൾ വാങ്ങുന്നത് അളവ് കുറയ്ക്കുകയും ചെയ്യും. ഇതാണ് അർത്ഥമാക്കുന്നത്. അതേസമയം ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വിലയിൽ വരുന്ന മാറ്റം കൊണ്ട് ഡിമാൻഡ് എന്താണ്, മാറ്റം വരുന്നില്ല. അപ്പോൾ വില കുറഞ്ഞു വിചാരിച്ചിട്ട് ആ വസ്തുക്കളുടെ ഡിമാൻഡ് കൂടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വില കുറഞ്ഞ സാധാരണഗതിയിൽ ഡിമാൻഡ് കൂടുന്നത് അവിടെ സംഭവിക്കുന്നില്ല. അതാണ് എന്ത്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മെഡിസിൻ വില കുറഞ്ഞതുകൊണ്ട് നമ്മൾ കൂടുതൽ വാങ്ങി വെക്കില്ല. ഇനി വില കൂടിയത് കൊണ്ടോ വാങ്ങുന്ന അളവിൽ കുറവും വരുത്തുകയില്ല. അപ്പോൾ മെഡിസിൻ, ഫുഡ്, ഇതൊക്കെ എന്താണ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഉദാഹരണമാണ്. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കൺസ്യൂമർ ഐറ്റംസും നമുക്ക് ഇലാസ്റ്റിക് ഡിമാൻഡിന് ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ എന്താണ് ഇലാസ്റ്റിക് ഡിമാൻഡ്, എന്താണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് മനസ്സിലായില്ലേ? ഇലാസ്റ്റിക് ഡിമാൻഡിലെ വിലയിൽ വരുന്ന മാറ്റം കൊണ്ട് വില കുറഞ്ഞാൽ വാങ്ങുന്ന അളവ് എന്താണ്, കൂടും എന്നാണ് പറയുന്നത്. വില കൂടിയാൽ വാങ്ങുന്ന അളവ് കുറയും എന്നാണ് അർത്ഥമാക്കുന്നത്. അതേസമയം ഇൻഇലാസ്റ്റിക് ഡിമാൻഡിലെ വിലയിൽ എന്ത് തന്നെ മാറ്റം വന്നാലും, വില കൂടിയാലും കുറഞ്ഞാലും വാങ്ങുന്ന അളവിൽ എന്താണ്, യാതൊരു മാറ്റവുമില്ല. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.